രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോവയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ നടന്നിട്ടുള്ള ആ ഒരു മേളകളിൽ ഒട്ടേറെ പ്രശംസ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കൊറിയൻ സിനിമയായിട്ടുള്ള നോ അതർ ചോയ്സ്. ഇതിന്റെ സംവിധായകൻ പാർക്ക് ചോൺ വോക്കാണ്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഓൾഡ് ബോയും ഹാൻഡ് മെയ്ഡൻ ഒക്കെ. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രം ശരിക്കും ഒരു അസാധാരണ ചിത്രം തന്നെയാണ്. നമ്മൾ ഈ സിനിമയിലെ കഥാ പശ്ചാത്തലത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ തൊഴിലെടുക്കുകയാണ്. അതും 25 കൊല്ലത്തിന് മേലെയായിട്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്കെടുക്കുന്നു. നമ്മളെ എല്ലാ അഭിവൃദ്ധിക്ക് കാരണം, നമ്മളെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണം ആ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന നമ്മളെ ആ ഒരു വരുമാനം മാത്രമാണെന്ന് സങ്കല്പിക്കുക. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പോലും പറയാതെ നമ്മളെ പറഞ്ഞയക്കുന്നു. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടുള്ളത് ചോദ്യചിഹ്നമായിട്ട് മാറും. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ അവിടുന്ന് അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ള ആ ഒരു അവസ്ഥയാണ് നോ അതർ ചോയ്സ് എന്ന് പറയുന്ന സിനിമ നമ്മളോട് പങ്കുവെക്കുന്നത്. ഇത് ശരിക്കും ഒരു സാധാരണ സിനിമയായിട്ട് തോന്നില്ല. കാരണം ഇതിൽ പങ്കുവെക്കുന്നത് മുതലാളിത്തത്തിന്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവം, അതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഡാർക്ക് കോമഡി ത്രില്ലറായിട്ട് തന്നെയാണ് ഈ സിനിമ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ സിനിമയിലെ ലീഡ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള ഐസോ ദ ഡെവിളിലെ അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമിലെ ആ ഒരു ക്യാരക്ടർ വേഷം അവതരിപ്പിച്ചിട്ടുള്ള ലീങ് ബ്യൂങ് ഹുവിനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. ഈ സിനിമയിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത് ഇതിൽ ഒരു പേപ്പർ മില്ലിലെ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ജീവനക്കാരനായിരുന്നു. എല്ലാതരം ആഡംബര സൗകര്യത്തോടു കൂടി ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എതിരായിട്ട് വിധി പിരിച്ചുവിടലിന്റെ രൂപത്തിലേക്ക് എത്തുന്നത്. പിന്നെ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ആ ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റകൈ പ്രയോഗമാണ് നടത്തുന്നത്. അതല്ലാതെ അയാൾക്ക് മറ്റൊരു വഴികളില്ല. അതായത് നോ അതർ ചോയ്സ് ആണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉള്ളത് ഈ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ. ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു അറ്റകൈ പ്രയോഗം അത് എന്താണെന്ന് സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. നമ്മളെ ഈ സിനിമ കണക്ട് ചെയ്യുക ഒരു പക്ഷേ ഭാവിയിലേക്കായിരിക്കും. കാരണം വരാനിരിക്കുന്ന AI വിപ്ലവവും കാര്യങ്ങളൊക്കെ ഒരു തൊഴിലില്ലായ്മ എന്നുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ, അത് മനുഷ്യന്റെ അന്തസ്സിനെയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയാൽ, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യ മനസ്സുമായിട്ട് നീങ്ങുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. അപ്പം അത്തരത്തിലുള്ള ഒരു തോട്ടും കൂടി ഈ സിനിമ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൊറിയൻ ത്രില്ലർ തന്നെയാണ്. ഒരുപാട് പുരസ്കാരങ്ങളും അതേപോലെ തന്നെ പ്രശംസകളും വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് നോ അതർ ചോയ്സ്. ഇതിലൂടെ ഒരു അതിജീവനത്തിന്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടവും കൂടി ഈ സിനിമ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മനുഷ്യന്മാരെ ആശ്രയിക്കാതെ യന്ത്രങ്ങളെ ആശ്രയിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലോകത്തെ പരിഹസിക്കുന്ന രീതിയിലും നമുക്ക് ഈ സിനിമയെ ചർച്ച ചെയ്തിട്ടെടുക്കാം. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലെ നായക കഥാപാത്രം അതൊരു ശരിക്കും ഒരു ക്രൂരനായിട്ടുള്ള ഒരാളാണോ, അതല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഒരു ഇരയാണോ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ.